ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങി ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് സദ്യയിലൊക്കെ കിട്ടുന്ന കാളനായിട്ട് ഉണ്ടാക്കണത്. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. നല്ല മൂത്ത കായ കേട്ടോ. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിനകത്തേക്ക് ഇടണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഒരു വലിയ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനകത്തേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഒരു ചെറിയ കപ്പിൻ്റെ 1/4 ഭാഗം ചൂടുവെള്ളം എടുക്കാം. അതിനകത്തേക്ക് ഒരു കഷ്ണം കായം ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് അലിയിപ്പിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കായ തൊലിയൊക്കെ കളഞ്ഞ് രണ്ടായിട്ട് മുറിച്ചിട്ട് ചെരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് വീതിയിൽ കട്ട് ചെയ്യാണ്ട് ഇതേ വലുപ്പത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി കലർത്തിയ വെള്ളത്തിനകത്തേക്ക് ഇട്ട് വെച്ച് കൊടുക്കാം. ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ചിരകിയെടുക്കാം കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് കായ കഴുകിയിട്ട് ഒരു മൺചട്ടിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചതച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് അതിനകത്തേക്ക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കായം അലിയിച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. കറിക്ക് ആവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ കുരുമുളക് പൊടി ഇടാൻ മറന്നുപോയി. മൂടി വെച്ചിട്ടാണ് കേട്ടോ കായ വേവിച്ചെടുക്കുന്നത്. മൂടി തുറന്നിട്ട് ഞാൻ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. മൺചട്ടിക്ക് നല്ല ചൂടാണ് കേട്ടോ. അതുകൊണ്ട് കായ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നിട്ട് കേട്ടോ. 10 മിനിറ്റ് ആകുമ്പോൾ കായ വെന്ത് കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് അരമുറി തേങ്ങ ചിരകിയതും മുളക് ആവശ്യമുണ്ടെങ്കിൽ ഇടാവുന്നതാണ് കേട്ടോ. 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉലുവയും 1/4 ടീസ്പൂണിൻ്റെ പകുതി ജീരകപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി ഒന്ന് അടിച്ചെടുക്കാം. കായ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കായും ഉലുവയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിക്ക്. അതുകൊണ്ടാണ് ഞാനത് ചേർക്കണത്. ചിലവർ വെളുത്തുള്ളിയൊക്കെ ഇടാറുണ്ട്. അപ്പം ഞാനിതിനകത്ത് വെളുത്തുള്ളിയൊന്നും ഇടണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കായ വെന്ത് വന്നപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 5 മിനിറ്റ് അതിനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ചെറിയ കപ്പിൽ 1/4 ഭാഗം തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പുളിയുള്ളതാണ്. അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റിയെടുത്ത് വെക്കാം കേട്ടോ. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം കടുക് പൊട്ടിക്കുക കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം 3 വറ്റൽമുളക് രണ്ടായിട്ട് കീറിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മൂടി വെക്കുക കേട്ടോ. ഒരു 10 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. കാളൻ ഉണ്ടാക്കിയിട്ട് അന്ന് തന്നെ ഉപയോഗിക്കാണ്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വളരെ സിമ്പിളായിട്ട് രുചികരമായിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ കാളൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.